S7 Mechatronics Module 6-ലെ സെക്കൻഡ് പാർട്ട് കേസ് സ്റ്റഡീസ് ആണെന്ന് നോക്കുന്നത്. ഓട്ടോമാറ്റിക് ക്യാമറ, ബാർകോഡ് റീഡർ, പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട്, ഓട്ടോമാറ്റിക് കാർ പാർക്ക് ബാരിയർ സിസ്റ്റം, ഓട്ടോമാറ്റിക് എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റം ആണെന്ന് നോക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട് ആദ്യം, അത് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് കാർ പാർക്കിംഗ്, എഞ്ചിൻ മാനേജ്മെന്റ്, ഓട്ടോമാറ്റിക് ക്യാമറ, ബാർകോഡ് റീഡർ. ആദ്യം പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ടാണ്. ഇത് കൂടുതലും ഫാക്ടറീസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ ഒരു വർക്ക് പീസോ എന്തെങ്കിലും ഒരു അസംബ്ലി ലൈൻ അടുത്ത അസംബ്ലി ലൈനിലേക്കോ അല്ലെങ്കിൽ പാക്കേജിംഗ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പാലറ്റൈസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട്. They are employed to pick up an object and place it in another place according to the process requirement. നമ്മളൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഫോണിന്റെ മാനുഫാക്ചറിങ്. ഫോണിന്റെ മാനുഫാക്ചറിംഗിൽ ഇപ്പോൾ നമ്മൾ എല്ലാം അസംബിൾ ചെയ്ത് കഴിഞ്ഞു, ഫോൺ എല്ലാം വർക്കിംഗ് കണ്ടീഷനിലാണ് എങ്കിൽ അത് അടുത്ത പാക്കേജിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അത് നമ്മൾ കൺവെയർ ബെൽറ്റിൽ നിന്ന് എടുത്തിട്ട് ഒരു പാലറ്റിലോ ഒരു ട്രെയിലോ എല്ലാം വെച്ചിട്ട് അത് അടുത്ത സെക്ഷനിലേക്ക് മൂവ് ചെയ്യാനൊക്കെ ആയിട്ടാണ് പിക്ക് ആൻഡ് പ്ലേസ് റോബോട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന് 3 ആക്സിസ് ഉണ്ട് മോഷൻ സംഭവിക്കുന്നത്. ആദ്യം ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓഫ് ദ റോബോട്ട് ഓൺ ഇറ്റ്സ് യൂണിറ്റ് ബേസ്. ഇതിപ്പോ നമ്മൾ ഈ ഫിഗറാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് ബേസ്. ആ ബേസിൽ ഈ ഫുൾ റോബോട്ടിന് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് മോഷൻ. സെക്കൻഡ് മോഷൻ ഹൊറിസോണ്ടൽ ലീനിയർ മൂവ്മെന്റ് ആണ്. അതായത് ഈ ആം, അതായത് ഈ ഗ്രിപ്പർ ഉള്ള ഈ ആം, ഇപ്പൊ ഒബ്ജക്റ്റ് ഇവിടെ ദൂരത്താണ് ഇരിക്കുന്നതെങ്കിൽ ഈ ആം എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് പോയിട്ട് ഹോൾഡ് ചെയ്തിട്ട് തിരിച്ച്, അങ്ങനെ അതായത് ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് ഓഫ് ദ ആം. ഇപ്പൊ ഒരു മേളിൽ നിന്നുള്ള സാധനം എടുത്ത് താഴത്തോട്ട് വെക്കണമെങ്കിൽ ഈ ഫുൾ ഒബ്ജക്റ്റ് മേളിലോട്ട് നീങ്ങിയിട്ട്, അതാണ് ഈ ആരോ കാണിച്ചേക്കുന്നത്, ഈ ഇത്രയും പാർട്ട് മേളിലോട്ട് നീങ്ങിയിട്ട് അത് എടുത്ത് തിരിച്ച് താഴത്തോട്ട് കണ്ട് താഴത്തേക്ക് പ്ലേസ് ചെയ്യും. പിന്നെ ഉള്ളത് ഓപ്പൺ ആൻഡ് ക്ലോസ് മൂവ്മെന്റ് ഓഫ് ദി ഗ്രിപ്പർ. ഒരു ഒബ്ജക്റ്റ് ഇതുമേ പിടിക്കാനും വിടാനുമായിട്ടാണ് ഈ ഗ്രിപ്പർ യൂസ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ വർക്കിംഗ്. ഈ മൂവ്മെന്റ് എല്ലാം വർക്ക് ചെയ്യുന്നത് ന്യൂമാറ്റിക് സിലിണ്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സോളിനോയിഡ് കൺട്രോൾഡ് ആണ്. ലിമിറ്റ് സ്വിച്ചസ് ഉണ്ട്. ലിമിറ്റ് സ്വിച്ച് എന്താണെന്ന് ഇപ്പോൾ പറയാം. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ന്യൂമാറ്റിക് സിലിണ്ടർ വെച്ചിട്ട് ഇത് നമ്മളൊരു ന്യൂമാറ്റിക് സിലിണ്ടർ ആകുമ്പോഴത്തേക്ക് പിസ്റ്റൺ ഇൻസൈഡ് സിലിണ്ടർ ആണല്ലോ. അപ്പൊ നമ്മള് ന്യൂമാറ്റിക് സിലിണ്ടറിൽ എയർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ എക്സ്റ്റൻഷൻ മോഷൻ നമ്മൾ ഇതിന്റെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫുൾ എക്സ്റ്റെൻഡ് ചെയ്താൽ അത് ഒരു ലിമിറ്റ് സ്വിച്ച് സെൻസ് ചെയ്തിട്ട് ഈ ഫുൾ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് അതിന്റെ കൺട്രാക്ഷൻ, അതായത് നമ്മൾ എയർ റിമൂവ് ചെയ്ത് പിസ്റ്റൺ സിലിണ്ടർ നോർമൽ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ യൂസ് ചെയ്യും. അപ്പൊ ഫുൾ എയർ നമ്മൾ ആ സിലിണ്ടറിൽ നിന്ന് റിമൂവ് ചെയ്ത് പിസ്റ്റൺ സിലിണ്ടർ ഹെഡിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ഈ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ കംപ്ലീറ്റ് ആവും. അവിടെ ഒരു ലിമിറ്റ് സ്വിച്ചും കാണും ഈ മോഷൻ കംപ്ലീറ്റ് ആയി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട്. പിന്നെയുള്ള അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, അതുപോലെ ഇതിനകത്തൊരു പിസ്റ്റൺ സിലിണ്ടർ ഉണ്ടാവും. പിസ്റ്റൺ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ആം മേളിലോട്ട് നീങ്ങും. ഇവിടെ ഒരു ലിമിറ്റ് സ്വിച്ച് കാണും. ഫുൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ആവും. ടോപ്പ് ആറിൽ എത്തിയെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞ് തിരിച്ച് ഇതിന്റെ താഴത്തേക്കുള്ള പിസ്റ്റന്റെ റിട്ടേൺ മോഷൻ നമ്മൾ ഇതിന്റെ താഴത്തേക്കുള്ള മോഷനായിട്ട് യൂസ് ചെയ്യും. താഴത്തും ഒരു ലിമിറ്റ് സ്വിച്ച് കാണും ഇതിന്റെ മൂവ്മെന്റ് കംപ്ലീറ്റ് ആയെന്ന് കാണിക്കാൻ. ഇനി ഗ്രിപ്പർ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ 2 ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട്. ഇത് ഒരു പിവറ്റ് പോയിന്റ് ആണ്, ഇതും പിവറ്റ് പോയിന്റ് ആണ്. ഇതായിരുന്നു നമ്മൾ പിസ്റ്റണിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ പിസ്റ്റൺ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ പിവറ്റ് പോയിന്റിൽ നിന്ന് ഈ പാർട്ട് ഇങ്ങോട്ടും ഈ പാർട്ട് ഇങ്ങോട്ടും പോകുമ്പോഴത്തേക്കും ഈ ആം മേളിലോട്ടാവും. അതുപോലെ താഴത്ത് ഈ ആം ഇങ്ങോട്ടാവും. അപ്പൊ നമ്മൾ ഗ്രിപ്പർ ഓപ്പൺ ആവും. അതുപോലെ തന്നെ ഈ പിസ്റ്റൺ തിരിച്ച് റിട്ടേൺ ചെയ്യുമ്പോഴത്തേക്കും ഈ പിവറ്റ് പോയിന്റിൽ ഈ പോർഷൻ താഴത്തേക്കും ഈ പോർഷൻ ഇങ്ങോട്ടും വരുമ്പോഴത്തേക്കും ഈ ഗ്രിപ്പർ താഴത്തേക്ക് വരും, ഇത് മേളിലേക്കും വരും. അപ്പൊ ഗ്രിപ്പർ ക്ലോസ് ആവും. അങ്ങനെയാണ് ന്യൂമാറ്റിക് സിലിണ്ടർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ മോഷൻ വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഒരു പ്രോഗ്രാമിങ്ങിനാണെങ്കിൽ ക്ലോസ് ആൻഡ് അപ്രൈറ്റ് ഗ്രിപ്പർ കോമ്പൗണ്ട് ഹാങ്ങിങ് ദ ഓവർഹെഡ്. അതായത് ഗ്രിപ്പർ വെച്ച സാധനം നമ്മൾ എടുത്തു, അത് കഴിഞ്ഞ് കോൺട്രാക്ട് ദി ആം സോ ദാറ്റ് ദി കമ്പോണന്റ് ഇസ് വിത്ഡ്രോൺ ഫ്രം ദ ഫീൽഡർ. അതായത് ഈ ആം ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോഴത്തേക്കും ഇതിലെ ഒരു പോർഷനിൽ നിന്ന് ആ ഒരു സ്പെസിഫിക് വരെ നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തു. റൊട്ടേറ്റ് ദ ആം ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ സോ ദാറ്റ് ഇറ്റ് പോയിന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വർക്ക് പീസ്. ഇത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ടൊക്കെ പോയിന്റ് ചെയ്തു. എക്സ്റ്റെൻഡ് ദി ആം സോ ദാറ്റ് ദ ഗ്രിപ്പർ ഈസ് ഓവർ ദ വർക്ക് പീസ്. ഇപ്പൊ ഈ സാധനം ഇവിടെ നമ്മൾ എടുത്ത് ഇത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ പോർഷൻ ഉപയോഗിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നു. എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പോർഷനിലേക്ക് വെച്ചു. എക്സ്റ്റെൻഡ് അതാണ് വർക്ക് പീസ്. റൊട്ടേറ്റ് ദ സോ ദാറ്റ് ദ കമ്പോണന്റ് ഹാങ്സ് ഡൗൺ ഫ്രം ദ ഗ്രിപ്പർ. ഈ ഗ്രിപ്പറും ഇങ്ങനെയാണ് സാധനം ഇരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഈ ഗ്രിപ്പർ റൊട്ടേറ്റ് ചെയ്ത് അത് ഇങ്ങനെ ആക്കാം. അതാണ് ഈ പോയിന്റ് പറഞ്ഞേക്കുന്നത്. റൊട്ടേറ്റ് ദി ഗ്രിപ്പർ ടു ആൻ അപ്രൈറ്റ് പൊസിഷൻ, കോൺട്രാക്ട് ദി ആം. അതായത് നമ്മൾ ഗ്രിപ്പർ ആ സാധനം അവിടെ വെച്ചിട്ട് നമ്മൾ ആം തിരിച്ചെടുത്തു.
റൊട്ടേറ്റ് ദി ആം പോയിന്റ്സ് ടുവേർഡ് ദ ഫീൽഡ്. എന്നിട്ട് നമ്മൾ ഈ ഫസ്റ്റ് ഇതിലേക്ക് പോവാണ്. ഇത് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ഈ പൊസിഷനിൽ തന്നെ വരും. എന്നിട്ട് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്ത ഓട്ടോമാറ്റിക് കാർ പാർക്ക് ബാരിയർ സിസ്റ്റം ആണ്. ഇത് കൂടുതലും വലിയ മോളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാർ പാർക്ക് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ കോയിൻ ഇടും. അപ്പോഴത്തേക്ക് ഒരു QR കോഡുള്ള ബില്ലും എല്ലാം കിട്ടും. അത് നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബാരിയർ ഒരു നമ്മുടെ എന്താ ചെക്ക് പോയിന്റ് ഒക്കെ പോലുള്ള സാധനം മേളിലേക്ക് പോകും. നമുക്ക് കാർ അകത്തേക്ക് കയറ്റാം. നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ സെൻസ് ചെയ്ത് ക്ലോസ് ചെയ്യും. അതാണ് ഓട്ടോമാറ്റിക് കാർ പാർക്ക് ബാരിയർ സിസ്റ്റം. ഇതിന്റെ മെയിൻ റിക്വയർമെന്റ് ഓപ്പൺ ആൻഡ് അലോ ദ കാർ വിത്ത് കറക്റ്റ് മണി. അതായത് നമ്മൾ പൈസ ഇടുന്നത് കറക്റ്റ് ആണോ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആണെങ്കിൽ അകത്തേക്ക് വിടും. എന്നിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ തുറന്ന് തന്നിട്ട് വെളിയിലേക്ക് വിടും. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ പോയിന്റ് മനസ്സിലാവണമെങ്കിൽ അടുത്ത ഫിഗർ കാണണം. സോളിനോട് എയും ബി ഒക്കെ പറയുന്നുണ്ട്. ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. സോളിനോട് എയിൽ കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് ആം ഓപ്പൺ ആവും. എന്നിട്ട് ഇവിടെ ഒരു ലിമിറ്റ് സ്വിച്ച് ഉണ്ട്. ആ ലിമിറ്റ് സ്വിച്ച് ഇവിടെ എത്തിയെന്ന് സെൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിലേക്കുള്ള കറണ്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇത് ഈ പൊസിഷനിൽ സ്റ്റക്കായി. എന്നിട്ട് നമ്മൾ കാറ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ബിയിലേക്ക് കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ആം തിരിച്ച് ഈ പിവറ്റ് പോയിന്റിൽ നിന്ന് താഴത്തേക്ക് വരും. ഇവിടെ ഒരു ലിമിറ്റ് സ്വിച്ച് ഉണ്ട്. അതായത് ഇവിടെ ഒന്ന് മുട്ടുമ്പോഴത്തേക്കും ഈ ബാരിയർ ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ആവും. അപ്പൊ ഈ ലിമിറ്റ് സ്വിച്ച് ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആം എ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പുറത്ത് വരും. നമുക്ക് ആവശ്യമില്ലാത്ത മോഷൻ കിട്ടും. ബിയില് ഈ ലിമിറ്റ് സ്വിച്ച് ഇല്ലെങ്കിൽ ഇത് താന്ന് റോഡിലോ ഇടിച്ച് ഈ ബാരിയറിന് ഡാമേജ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. അതാണ് ഈ കേസ് സ്റ്റഡിയിൽ ഈ താഴത്തെ ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. മേളത്തെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് പറ്റുമെങ്കിൽ പഠിക്കുക. പറ്റുമെങ്കിൽ അല്ല, ഇത് ഉറപ്പായിട്ടും പഠിക്കുക. ഈ രണ്ട് ഫിഗറും പഠിക്കുന്നത് നല്ലതാണ്. മെക്കട്രോണിക്സ് കേസ് സ്റ്റഡീസിൽ ഈ രണ്ട് ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും കാണാതെ പഠിക്കുക, വേറെ നിവൃത്തിയില്ല. അടുത്ത എൻജിൻ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. എൻജിൻ മാനേജ്മെന്റ് ഇപ്പോൾ മിക്ക വണ്ടികളിലും ഉപയോഗിക്കുന്നതാണ്. അതായത് മറ്റേ പല പല ഭാഗങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ടാണ്. മുമ്പൊക്കെ ക്യാം കൺട്രോളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫുൾ ECU കൺട്രോൾഡ് ആണ്. ഫ്യൂവൽ ഇഞ്ചക്ഷനും സ്പാർക്കിങ്ങും എല്ലാം കംപ്ലീറ്റ് ECU ആണ്. nowadays modem which includes electronic control, ഇതാണ് ECU, ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റം. മൈക്രോ കൺട്രോൾസ് ആൻഡ് വേരിയസ് എഞ്ചിൻ ഫാക്ടേഴ്സ്. ഇനി നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് പവറും സ്പീഡും വേരി ചെയ്യാനുണ്ട്. ഇപ്പൊ ഈക്കോ മോഡ്, പെർഫോമൻസ് മോഡ് എന്നൊക്കെ പറഞ്ഞ ഒരു കാറിലാണ്. അത് ECUവിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. എയർ ഫ്യൂൽ മിക്സറിനെ കൺട്രോൾ ചെയ്യും. ഇപ്പൊ സ്പോർട്സ് മോഡ് ഇട്ട എയർ ഫ്യൂൽ മിക്സർ എമൗണ്ട് കൂട്ടും. എന്നിട്ട് നമുക്ക് കൂടുതൽ പെർഫോമൻസും പവറും സ്പീഡും കിട്ടാനായിട്ട്. ഈക്കോ മോഡ് ഇട്ടാൽ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ട് ഫ്യൂവലിന്റെ യൂസേജ് ലിമിറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് കൂടുതൽ മൈലേജും ഇതൊക്കെ കിട്ടും. പെർഫോമൻസ് ഇച്ചിരി കുറയും എന്നാലും. പിന്നെ ഉള്ളത് ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ഓയിൽ പ്രഷർ, ഫ്യൂവൽ പ്രഷർ എല്ലാം സെൻസ് ചെയ്യുന്ന വേറെ സെൻസേഴ്സ് ഉണ്ട്. ആക്ച്വേറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിവൈസ് ആയിട്ട് പ്രൊഡ്യൂസ് റിക്വയർഡ് ഔട്ട്പുട്ട്. നമുക്ക് ഒരു സിഗ്നൽ കൊടുത്താൽ ഇപ്പൊ നമുക്ക് സോളിനോഡ് വാൽവ്സോ ഇലക്ട്രോമാഗ്നറ്റിക് നേരത്തെ കണ്ടപോലെ ഇപ്പോൾ ഇവിടെ സോളിനോഡ് വാൽവ് എന്ന് വെച്ചാൽ നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്താൽ ഇത് ഫുൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങോട്ട്, അതായത് നമുക്ക് റിക്വയർഡ് മോഷൻ കിട്ടാനായിട്ടുള്ളതാണ് ആക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഒരു എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു ഫിഗർ ആണിത്. ഈ ഫിഗർ ഇങ്ങനെ തന്നെ വരയ്ക്കണം എന്നൊന്നുമില്ല, വേറെ ഫിഗർ വരുന്നുണ്ട്. ഇതാണ് ഇത്. ഫ്യൂവൽ ടാങ്ക് ഉണ്ട്, ഫ്യൂവൽ പമ്പ്, ഫ്യൂവൽ ഫിൽറ്റർ. ഇവിടെ വേണം ഓരോന്നും. ഫ്യൂവൽ ടാങ്കിനാണ് ഒരു സെൻസർ ഉണ്ടാവും, ഫ്യൂവൽ എന്തോരം ഉണ്ടെന്ന് അറിയാനായിട്ട്. ഫ്യൂവൽ പമ്പിൽ എത്രത്തോളം ഫ്യൂവൽ പ്രഷർ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. വേറെ ത്രോട്ടിൽ പൊസിഷൻ സ്വിച്ച്. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും എന്തോരം കൊടുക്കുന്നുണ്ട്, അതായത് ഇപ്പൊ നമ്മൾ ഫുൾ ആക്സിലേഷൻ ആണോ ഹാഫ് ആണോ അത് കൊടുക്കുന്നില്ല എങ്ങനെ. അപ്പൊ കൊടുക്കുന്നില്ല എങ്കിൽ ഐഡിൽ സ്പീഡാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ എഞ്ചിന് ഒരു സെറ്റ് സ്പീഡ് ഉണ്ടാവും, RPM എഞ്ചിൻ റൺ ചെയ്യും. പിന്നെ സെൻസർ വീൽ, എന്റെ RPM കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാണ്ട് ചെക്ക് ചെയ്യുന്നതാണ്. ഓക്സിജൻ സെൻസർ, ഫ്യൂവലിന് ആവശ്യമുള്ള ഓക്സിജൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. ഇഗ്നിഷൻ കോയിൽ, നമ്മുടെ പെട്രോൾ എഞ്ചിൻ ആണെങ്കിൽ സ്പാർക്ക് പ്ലഗ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. ടെമ്പറേച്ചർ സെൻസർ, നമ്മുടെ വണ്ടിയുടെ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ ഇല്ലോ ചെക്ക് ചെയ്യാനാണ്. സ്പീഡ് സെൻസർ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്, റൊട്ടേഷൻ സ്പീഡ്. ഇതെല്ലാം കണക്ട് ചെയ്തേക്കുന്ന ഈ പോയിന്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റ് അഥവാ ECU. ഇവിടെ എയർ ഫ്ലോ ഉണ്ട്, മാസ് എയർ ഫ്ലോ സെൻസർ, ഇത് കൃത്യം എയർ കിട്ടുന്നുണ്ടോ ഇല്ല എന്നറിയാനുണ്ട്. ഇതാണ് പഠിക്കേണ്ട എഞ്ചിൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പഠിക്കേണ്ട ഫിഗർ. ഇത് പഠിക്കാൻ വലിയ പാടൊന്നുമില്ല. നമുക്ക് ഒരു എഞ്ചിൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ ഓർമ്മ വന്നുണ്ടോ അതൊക്കെ ഈ സൈഡിൽ ഇടാം. ഇപ്പൊ വണ്ടിയുടെ കാര്യം എടുക്കാം. വെഹിക്കിൾ സ്പീഡ് ഉണ്ട്, എഞ്ചിന്റെ ടെമ്പറേച്ചർ ഉണ്ട്, ആംബിയൻ ടെമ്പറേച്ചർ, അതായത് നമുക്ക് അകത്തിരിക്കുമ്പോൾ ഫീൽ ചെയ്യുന്ന ടെമ്പറേച്ചർ, മാനിഫോൾഡ് വാക്യൂം, ത്രോട്ടൽ പൊസിഷൻ, നമ്മൾ ആക്സിലേറ്ററിന്റെ മാസ് എയർ ഫ്ലോ. ഇപ്പൊ നമ്മുടെ എയർ ഫിൽറ്ററിലെല്ലാം എന്തെങ്കിലും കയറിയിട്ടുണ്ടെന്നോ ജാം ആയിട്ടുണ്ടോ എങ്കിൽ ഇവിടെ മാസ് എയർ ഫ്ലോ ജാം ആവും. നോക്ക് സെൻസർ, നമ്മുടെ എഞ്ചിനിൽ നോക്കിംഗ് ഉണ്ടോ ഇല്ലയോ. ഓക്സിജൻ സെൻസർ, ഓക്സിജൻ കിട്ടുന്നുണ്ടോ. ഓയിൽ പ്രഷർ, നമ്മുടെ ഇപ്പൊ
എഞ്ചിൻ കൂളന്റ്, ക്രാങ്കിന്റെ ടെമ്പറേച്ചർ ഹൈ ആവാതിരിക്കാൻ ലൂബ്രിക്കേഷൻ ഒക്കെ വേണ്ടിയിട്ടുള്ള ഓയിൽ പ്രഷർ ഉണ്ട്. ഫ്യൂവൽ പ്രഷർ, കംപ്രഷൻ ഇഗ്നിഷൻ ആണെങ്കിൽ ഒരു സർട്ടൻ പ്രഷറിൽ ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്താലേ കമ്പഷൻ ഉണ്ടാവുള്ളൂ. അതിനൊക്കെയാണ് ഫ്യൂവൽ പ്രഷർ സെൻസർ. പിന്നെ അനലോഗ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഈ ഫിഗർ കാണാൻ പഠിക്കുക. ഇതൊക്കെ പോകുന്ന എഞ്ചിൻ മാനേജ്മെന്റ് മൈക്രോ കൺട്രോളറിലാണ്. പിന്നെ വോൾട്ടേജ് വർക്ക് ചെയ്യാനായിട്ട് വോൾട്ടേജ് വേണം. ഇപ്പോൾ വോൾട്ടേജ് റെഗുലേറ്റർ, ട്രാൻസിയന്റ് പ്രൊട്ടക്ടർ ഒക്കെ ഉണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത് ഫ്യൂൽ ഇഞ്ചക്ടർ ഡ്രൈവ്സ്, ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിലൊക്കെയാണ്. ഇപ്പൊ നമ്മൾക്ക് എന്താ പറയാ, ത്രോട്ടിൽ പൊസിഷൻ, ഇപ്പൊ നമ്മൾ ഫുൾ ആക്സിലറേഷൻ കൊടുക്കുകയാണെങ്കിൽ എഞ്ചിൻ മാനേജ്മെന്റ് യൂണിറ്റ് നേരെ ഫ്യൂൽ ഇഞ്ചക്ടറിനൊക്കെ പറയും, കൂടുതൽ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്യാൻ പറയും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പണ്ടൊക്കെ എന്താ പറയാ, സൈക്കിളിന്റെ ബ്രേക്ക് വയർ പോലെയായിരുന്നു. നമ്മൾ ആക്സിലേറ്റർ ചവിട്ടുമ്പോഴത്തേക്ക് ഒരു വയർ എക്സ്റ്റെൻഡ് ചെയ്യും, അത് കാർബറേറ്ററിലേക്ക് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അങ്ങനെയാണ് കൂടുതൽ ഫ്യൂൽ അകത്തേക്ക് കയറുന്നത്. ഇതിനകത്താണെങ്കിൽ ഒന്നും ഡയറക്റ്റ് കണക്ഷൻ ഇല്ല, എല്ലാം ഇൻഡയറക്റ്റ് ത്രൂ സെൻസേഴ്സ് ആൻഡ് വയേഴ്സ് ആണ്. അതാണ് ഇപ്പൊ പറഞ്ഞ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് വെക്കും. ഇപ്പൊ ഇഗ്നിഷൻ കോയിൽ നമുക്ക് കൂടുതൽ പവർ വേണം എന്നുണ്ടെങ്കിൽ ചില എഞ്ചിനിലൊക്കെ ആണെങ്കിൽ ഒരു സിലിണ്ടറിന് 2 സ്പാർക്ക് പ്ലഗ് വെച്ചൊക്കെ കാണും. ഇപ്പൊ 2 സ്പാർക്ക് പ്ലഗ് ആക്ടിവേറ്റ് ഒക്കെ ചെയ്യുന്നതാണ് എഞ്ചിൻ മാനേജ്മെന്റ് ഇഗ്നിഷൻ കോയിൽ ഡ്രൈവ്സിനോട് പറയും. ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, കാണാതെ പഠിക്കുക. ഇത് ഓരോ സെൻസേഴ്സിന്റെ യൂസ് ആണ് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, മാസ് എയർ ഫ്ലോ, കൃത്യം എയർ വോളിയം കിട്ടുന്നുണ്ടോ ഇല്ലാതാണ്. ത്രോട്ടിൽ പൊസിഷൻ സെൻസർ, നമ്മൾ കൊടുക്കുന്ന ആക്സിലേറ്ററിന്റെ പൊസിഷൻ എന്താണ്, ഫുൾ ത്രോട്ടിൽ ആണോ ഹാഫ് ത്രോട്ടിൽ ആണോ എന്ന് അറിയാനാണ്. വാട്ടർ ടെമ്പറേച്ചർ, നമ്മുടെ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവുന്നുണ്ടോ, കൂളന്റിന്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനാണ്. എയർ ഇൻടേക്ക് ടെമ്പറേച്ചർ, അതായത് നമ്മൾ എടുക്കുന്ന എയറിന് ഹൈ ടെമ്പറേച്ചർ ആണോ ലോ ടെമ്പറേച്ചർ ആണോ. ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ ഓക്സിജന്റെ കണ്ടന്റ് ഒക്കെ കുറവായിരിക്കും, ഇപ്പൊ ആവശ്യമുള്ള വോളിയം ഫ്ലോ റേറ്റ് കാണില്ല, അതൊക്കെ ഡിറ്റക്ട് ചെയ്യാനാണത്. ഇഗ്നിഷൻ പ്രൈമറി സിഗ്നൽ, അത് ഇഗ്നിഷൻ ടൈമിങ്ങും എഞ്ചിൻ RPM എല്ലാം കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാനാണ്. സ്റ്റാർട്ടർ സിഗ്നൽ, നമ്മളിപ്പോ ചില വണ്ടികളിൽ പുഷ് സ്റ്റാർട്ട് ബട്ടൺ ആണ്, ഇപ്പൊ നമ്മൾ ഒരു ബട്ടണും കാണും, അത് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ എഞ്ചിൻ സ്റ്റാർട്ട് ആവും. ആ ബട്ടൺ തന്നെ പിന്നെ പ്രസ് ചെയ്ത് തന്നെ എഞ്ചിൻ സ്റ്റോപ്പ് ആവും. അതിനാണ് ഈ സ്റ്റാർട്ടർ സിഗ്നൽ ഉള്ളത്. നമ്മൾ എഞ്ചിൻ പുഷ് ചെയ്യുമ്പോൾ, ആ ബട്ടൺ പുഷ് ചെയ്യുമ്പോഴത്തേക്കും എഞ്ചിൻ സ്റ്റാർട്ട് ആവും. എഞ്ചിൻ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും ആ പുഷ് ചെയ്ത ആ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യാണ്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. എക്സോസ്റ്റ് ഓക്സിജൻ സെൻസർ, അതായത് നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസിൽ റെസിഡ്യൂവൽ ഓക്സിജൻ അഥവാ എയർ ഫ്യൂൽ റേഷ്യോ ചെക്ക് ചെയ്യാനാണ് ഇത് വെക്കുന്നത്. നോക്ക് സെൻസർ, നമ്മുടെ എഞ്ചിനിൽ നോക്കിംഗ് ഉണ്ടോ, എന്തെങ്കിലും ഫെയിലിയറിന് ചാൻസ് ഉണ്ടോ ഇല്ലോ ചെക്ക് ചെയ്യാനാണ്, ഡാമേജ് ഒഴിവാക്കാൻ. അടുത്ത ഓട്ടോമാറ്റിക് ക്യാമറ. ഓട്ടോമാറ്റിക് ക്യാമറ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെയാണ്. മൊബൈൽ ഫോണിൽ ഇപ്പോൾ ചിലപ്പോൾ AI ക്യാമറ എന്നൊക്കെ പറഞ്ഞാണ്, അതൊക്കെ ഓട്ടോമാറ്റിക് ക്യാമറയാണ്. ഇത് പ്രധാനം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഫോക്കസിങ് ആൻഡ് എക്സ്പോഷർ ആണ്. നമ്മളിപ്പോ പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ ലെൻസ് തിരിച്ച് ഫോക്കസ് ചെയ്ത് കൃത്യം അങ്ങനെ ചെയ്യാറില്ല, നേരെ ക്യാമറ എടുക്കുക, ഫോട്ടോ എടുക്കുക, അതാണ്. അത് ഈ ഓട്ടോമാറ്റിക് ക്യാമറ സിസ്റ്റം ആണ്. നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് ക്യാമറ പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ്, ലൈറ്റ് എല്ലാം സെൻസ് ചെയ്തിട്ട് നമ്മുടെ ലെൻസ് എന്തോരം ചേഞ്ച് ചെയ്യണം ഉപയോഗിക്കാനാണ് ഓട്ടോമാറ്റിക് സെൻസർ. ലൈറ്റ് സെൻസർ മൈക്രോ പ്രോസസറിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കും, എന്നിട്ട് ആ മൈക്രോ പ്രോസസറിന്റെ ഔട്ട്പുട്ട് അനുസരിച്ചാണ് നമ്മൾ ഓരോ ഫംഗ്ഷൻ, ഇപ്പോൾ അപ്പർച്ചർ കൺട്രോൾ, ഇതൊക്കെ ഷട്ടർ കൺട്രോൾ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇതൊന്ന് വായിച്ചു നോക്കുക. ഇത് സാധാ ഒരു ക്യാമറയുടെ ഒരു ഡയഗ്രാം ആണ്. ഇതാണ് സാധാരണ ക്യാമറയുടെ ഒരു ഇമേജ്. ഇപ്പൊ അവിടെ ലെൻസ് ഉണ്ട്, നമുക്കൊരു ലൈറ്റ് വന്ന് ഇവിടെയാണ് നമ്മുടെ ഐ പീസ് ഉള്ളത്, നമ്മുടെ ക്യാമറയുടെ ഐ പീസ്. ഇവിടെ ഒരു ഫിലിം ഉണ്ട്, ഇത് നമ്മുടെ പഴയ ക്യാമറയാണ്. ഇപ്പൊ ഇവിടെ ഫിലിമിന് പകരം സെൻസർ ആക്കുക. ഇവിടെ ഷട്ടർ ഉണ്ട്, ഇവിടെ ഒരു ട്രാൻസ്മിഷൻ സ്ക്രീൻ ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ ഷട്ടർ പെട്ടെന്ന് ഓപ്പൺ ആയിട്ട് ക്ലോസ് ആവും, അപ്പോഴാണ് ഈ ഫിലിം അഥവാ ഇപ്പോഴാണ് സെൻസറിൽ ആ ഇമേജ് രജിസ്റ്റർ ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഫിഗർ കാണാതെ പഠിക്കുക. ഇതിലിപ്പോ എന്താണ്, റേഞ്ച് സെൻസർ, ലൈറ്റ് സെൻസർ ഒക്കെ ഉണ്ട്, അതൊക്കെ മൈക്രോ പ്രോസസർ കൺട്രോൾ യൂണിറ്റിലേക്ക് കൊടുക്കും. അത് ഓരോ മോട്ടറും സോളിനോയിഡും സ്റ്റെപ്പർ മോട്ടറൊക്കെ വെച്ചിട്ട് നമ്മുടെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തും അപ്പർച്ചറും ഷട്ടർ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യും. ഈ ഇമേജ് ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ബാർകോഡ് ആണ്. ബാർകോഡ്, QR കോഡൊക്കെ നമ്മളിപ്പോ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ്. ബാർകോഡ് റീഡർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഓരോ പ്രോഡക്ട്സിലാണ്. പ്രോഡക്റ്റിന്റെ കമ്പനി, ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇത്. പ്രോഡക്റ്റിന്റെ മാനുഫാക്ചറർ ആരാണ്, പ്രോഡക്റ്റ് ഏതാണ്, അതൊക്കെ തിരിച്ചറിയാനാണ് ബാർകോഡ് ഉപയോഗിക്കുന്നത്. സാധാരണ ബാർകോഡ് സ്കാനറിലുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. ഒന്ന് ലൈറ്റ് സോഴ്സ് ആണ്, ഒരു ലെൻസ് കാണും,
ഈ കിട്ടുന്ന സിഗ്നൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കാണ്ട് ഒരു ലൈറ്റ് സെൻസറും കാണും. ഇതാണ് നമ്മുടെ ഒരു ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡർ ലേസർ ലൈറ്റ് ആ ബാർകോഡിലേക്ക് ഷൈൻ ചെയ്യുമ്പോഴത്തേക്കും ഡാർക്ക് ഏരിയ ലൈറ്റ് റിഫ്ലക്ട് ചെയ്യില്ല, വൈറ്റ് ഏരിയ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യും. സെൻസർ സെൻസ് ചെയ്യും. ആ സെൻസ് ചെയ്യുന്ന സിഗ്നൽ ഒരു അനലോഗ് സിഗ്നലായിട്ട് ഇത് ഔട്ട്പുട്ട് തരും. അനലോഗ് സിഗ്നലിനെ ഒരു കൺവേർട്ടർ ഉപയോഗിച്ച് ഡിജിറ്റൽ സിഗ്നൽ ആക്കും. ആ ഡിജിറ്റൽ സിഗ്നലിന് ഡീകോഡർ ഏത് പ്രോഡക്റ്റ് ആണോ ആ കോഡിനെ ഡീകോഡ് ചെയ്തിട്ട് നേരെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് കാണിക്കും. ഇതാണ് ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ ആണ്, ഒന്ന് വായിച്ചു നോക്കുക. ഇനി രണ്ട് സ്കീമാണുള്ളത് ബാർകോഡിങ്ങിന്. ഒന്ന് യൂണിവേഴ്സൽ പ്രോഡക്റ്റ് കോഡിംഗ്, UPC അഥവാ യൂറോപ്യൻ, വേറൊരെണ്ണം യൂറോപ്യൻ ആർട്ടിക്കിൾ നമ്പർ ഓർ EAN സ്കീം. UPC സ്കീമിൽ ബാർകോഡിന് എല്ലാത്തിനും മുമ്പ് 0 മുതൽ 9 വരെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് കാണും. അതാണ് ഈ ഭാഗം. അതാണ് പ്രോഡക്റ്റ് കാറ്റഗറി ഐഡന്റിഫയർ. യൂറോപ്യൻ ആർട്ടിക്കിൾ ആണെങ്കിൽ സെയിം തന്നെ, പക്ഷെ 2 ഡിജിറ്റ് ആയിരിക്കും. 0001 അങ്ങനെ ആയിരിക്കും. ഈ 0, 1, 2, 3 എക്സെട്ര എന്നുള്ളതിന് 0001, 02 അങ്ങനെ ആയിരിക്കും, 09 വരെ. ഇതാണ് അതിന്റെ ബേസിക് ഒരു സ്ട്രക്ചർ. ആദ്യം ഒരു പ്രോഡക്റ്റ് കാറ്റഗറി ഐഡന്റിഫയർ, ഏത് കാറ്റഗറി ആണെന്നുള്ളത്. ഇതിപ്പോ ഒരു സാധനം എടുത്താൽ അത് ഇപ്പൊ ഒരു സാധനം എടുത്താൽ അത് ഗ്രോസറി ആണോ, മെഡിസിനൽ ഐറ്റംസ് ആണോ, എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യും. അടുത്ത 5 കോഡ് എന്ന് പറയുന്നത് മാനുഫാക്ചർ ആരാന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. പിന്നുള്ള 5 ഡിജിറ്റ് പ്രോഡക്റ്റ് ഏതാണെന്ന് തിരിച്ചറിയാനുള്ളതാണ്. അവസാനത്തെ ഒരു ഡിജിറ്റ് എറർ കുറയ്ക്കാനായിട്ടുള്ളതാണ്. അതായത് ഈ പ്രോഡക്റ്റ് തന്നെയാണെന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു കോഡാണ്. ഇതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ. ബേസിക് സ്ട്രക്ചർ 3 ആയിട്ടാണ്. ഒന്ന് സെൻട്രലും ഉണ്ട്, ഒന്ന് ലെഫ്റ്റും ഉണ്ട്, ഒന്ന് റൈറ്റും ഉണ്ട്. ഇതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ. ഇത്രയാണ് മെക്കട്രോണിക്സ് കേസ് സ്റ്റഡീസിലുള്ളത്. കൂടുതൽ നോട്ട്സിനോ ഡീറ്റെയിൽസിനോ ഒക്കെ ആയിട്ട് വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.